ഈ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നടുന്നവരാദ്യം മനസ്സിൽ കരുതേണ്ട ഒരു കാര്യമാണ് പ്രൂണിങ് എന്നുള്ള സംഭവം. അത് മസ്റ്റാണ്. ഒരു തരത്തിലും നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത സാധനമാണ് പ്രൂണിങ്. ഇതിപ്പോൾ എൻ്റെ VNR പേര. ഇപ്പം അത്യാവശ്യം കായുണ്ട്. ഇവിടെ കായുണ്ട്, ഇവിടെ ഒരു കാ പിടിച്ച് നിൽപ്പുണ്ട്, ഈ ചെറിയ കാ വരുന്നുണ്ട്. അതുകൂടാതെ കുറേ ഫ്ലവർ, ഇവിടെ ഒരു ഫ്ലവർ ഉണ്ട്, ഇവിടെ കണ്ടോ ഫ്ലവർ വിരിയാനായിട്ടിരിക്കുന്ന ഫ്ലവർ. അപ്പോൾ പ്രൂണിങ് മസ്റ്റാണ്. ഞാൻ ഇത് കഴിഞ്ഞ ദിവസം എല്ലാം പ്രൂൺ ചെയ്ത് ചെടികളാണ്. ഈ കാണുന്ന ഇവിടെയൊക്കെ പ്രൂണിങ്ങാണ്. ഇവിടെ പ്രൂൺ ചെയ്തിട്ടുണ്ട്, ഇവിടെ പ്രൂൺ ചെയ്തിട്ടുണ്ട്. അപ്പം മസ്റ്റായിട്ടും പ്രൂണിങ് നമ്മൾ വിട്ട് കളയേണ്ട ഒരു സാധനമല്ല. ചിലവർക്ക് ഭയങ്കര സങ്കടമാണ് പ്രൂൺ ചെയ്യുമ്പോൾ ചെടിയൊക്കെ സൈസ് കുറയുന്നു. അപ്പം അതിലൊന്നും ഇവിടെ കാര്യമില്ല. പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ ഫ്രൂട്ട് ഉണ്ടാകും. അത് ഓൾമോസ്റ്റ് എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റുകളുടെയും ഒരു ക്യാരക്ടറാണ് പ്രൂണിങ് ചെയ്യുമ്പോൾ ഫ്ലവർ ഉണ്ടാവും എന്നുള്ള കാര്യം. അപ്പോൾ VNR ആർക്കും അല്ലെങ്കിൽ പേര പോലുള്ള മറ്റ് ഫ്രൂട്ട് പ്ലാന്റുകൾ കായ്ക്കുന്നില്ലെങ്കിൽ ചിലതിനൊക്കെ ചെറിയ വ്യത്യാസമാണ് പ്രൂൺ ചെയ്യുന്നത്. അപ്പം അത് നോക്കിയിട്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പേരയൊക്കെ എപ്പോഴും ഫ്രൂട്ട് ഉണ്ടാവാം, ഫ്ലവർ ഉണ്ടാവാം, അത് നല്ലപോലെ തന്നെ കാവൽ കിട്ടും. അപ്പം സുഹൃത്തുക്കളെല്ലാം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക, പ്രൂൺ ചെയ്ത് കായ്പ്പിക്കാൻ ശ്രമിക്കുക. ഞാൻ പ്രൂൺ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഫ്രൂട്ട് ഉണ്ടാകുന്നത്. ഈ കാണുന്ന ഭാഗം കണ്ടോ, ഇത് ലാസ്റ്റ് ഞാൻ പ്രൂൺ ചെയ്തതാണ്. ഈ കാണുന്ന ഭാഗം ഇവിടെ വെച്ച് ഞാൻ പ്രൂൺ ചെയ്തു. അതിൽ നിന്ന് കമ്പിലാണ് ഈ ഒരു പേരയ്ക്ക ഉണ്ടായത്. അതിൽ നിന്ന് ഇവിടെ വന്നത് കുറച്ച് വലുതായി പോയിട്ട് എന്ത് ചെയ്തു, ഞാൻ ഒന്നും കൂടെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്തു. അപ്പം പ്രൂൺ ചെയ്യുമ്പോൾ കാര്യം ശ്രദ്ധിക്കണം, മൂത്ത കമ്പുകൾ പ്രൂൺ ചെയ്യണം. അല്ല ചെറിയ ഇതുപോലെയുള്ള പിഞ്ച് കമ്പുകൾ, ഈ കാണുന്ന പിഞ്ച് തരത്തിലുള്ള കമ്പുകൾ പ്രൂൺ ചെയ്യാൻ നിൽക്കരുത്. നല്ല മൂത്ത കമ്പുകൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള കമ്പ് നിന്ന് വരികയും അത് നല്ലപോലെ ഫ്രൂട്ട് ഉണ്ടാകുകയും ചെയ്യും. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി പ്രൂൺ ചെയ്യുന്നതിന് മുമ്പ്. പിന്നെ ഈ ട്രങ്ക് അല്ലെങ്കിൽ നമ്മൾ ഈ താഴ്ഭാഗം, ഇത് ലെയറല്ല, ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. അപ്പോൾ ഗ്രാഫ്റ്റ് ആണോ ലെയർ ആണോ എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ ചെടി വാങ്ങുമ്പോൾ തന്നെ മനസ്സിലാക്കി വെക്കുക. അപ്പം ഇതിന് ഞാൻ കഴിഞ്ഞ ദിവസം ഇതിപ്പോൾ ഒരു വർഷം പ്രായമായാണ്, പക്ഷേ വളർച്ച കുറച്ച് കുറവാണ്. അതിന് പല കാര്യങ്ങളും ഉണ്ട്, ഞാൻ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിലത്ത് നട്ടിരുന്നായിരുന്നു, അവിടെ ഞാൻ പറിച്ച് പിന്നെ ഈ ഒരു 14-5 പൂട്ടിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ഗ്രാഫ് പോയിന്റ്. ഈ കാണുന്നത് V ഗ്രാഫ്റ്റ് ആയിരുന്നു ഇവിടെ നിന്ന് വാങ്ങിയത്. ഇത് നമ്മുടെ ഹോം ഗ്രൗണ്ടിൻ്റെ VNR പേരയാണ്. ഇതാണ് ഗ്രാഫ് പോയിന്റ്. കണ്ടോ, ഇപ്പോൾ ഇവിടെ നിന്ന് പുതിയ തളിരൊക്കെ വരുന്നുണ്ട്, പുതിയ ശിഖരം തുടങ്ങാനുള്ള പരിപാടിയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും വന്നു. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം, എന്തെങ്കിലും പുതിയ തളിരൊക്കെ ഇടയ്ക്ക് നിന്ന് കയറി വരുന്നുണ്ടോ, അല്ലെങ്കിൽ പിന്നെ അത് വളർന്ന് കയറിപ്പോവും. അപ്പം നമ്മൾ പ്ലാന്റ് വാങ്ങുമ്പം എന്താണ് നമ്മൾ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ്, അതായത് ഗ്രാഫ്റ്റ് ആണോ ലെയർ ആണോ ബഡാണോ എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി വാങ്ങിയില്ലെങ്കിൽ നമ്മൾ കുറേ കഴിയുമ്പം അതിന് താഴെ നിന്ന് വരുന്നതൊക്കെ ഇതിൻ്റെ ശിഖരമാണെന്ന് ഓർത്താൽ നിർത്തും. ഇത് ഓർത്ത് നോക്കി, ഈ ഒരു പ്ലാന്റ് ഓർത്ത് നോക്കി, ഇതിൽ ഗ്രാഫ് പോയിന്റ് എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു ഇവിടെയാണ്. കാരണം ഇത് ഞാൻ ചെറിയ ചെടിയായപ്പോൾ വാങ്ങിയാണ്, വളരെ ചെറിയ ചെടി. അപ്പം എനിക്ക് കറക്റ്റ് എക്സാക്റ്റ് അറിയാം ഇതാണ് ഗ്രാഫ് പോയിന്റ്. പക്ഷേ ഇപ്പം ആ ഗ്രാഫ് പോയിന്റിൻ്റെ ഒരു അടയാളം ഇവിടെ ഇല്ല. നോക്കിയാൽ കാണാം, ചെറിയൊരു തടിപ്പുണ്ടെന്നല്ലാതെ ഒരു ഗ്രാഫ്റ്റ് പോയിന്റ് കൂടെ അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നു, ലെയറാന്ന് പറഞ്ഞ് കൊടുത്ത് അയാൾ വിശ്വസിച്ചാൽ ഇവിടെ ലെയറാന്ന് വിചാരിച്ച് ഇവിടുന്ന് വരുന്നതൊക്കെ അയാൾ നിലനിർത്തിന്ന് വരും. അപ്പോൾ അതുകൊണ്ട് ചെടി വാങ്ങുമ്പോൾ അതിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കി, ഒറ്റയ്ക്ക് പ്രൊപ്പഗേഷൻ മെത്തേഡ് മനസ്സിലാക്കി വാങ്ങിയില്ലെങ്കിൽ നമ്മളതിനെ നശിപ്പിച്ച് കളയാൻ തുല്യമായിപ്പോവും. ലെയറാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എവിടെ നിന്ന് തള്ളിൽ വന്നാലും നോ പ്രോബ്ലം. പക്ഷേ ഗ്രാഫ്റ്റും ബഡും ആണെങ്കിൽ, അപ്രോച്ച് ഗ്രാഫ്റ്റൊക്കെ ആണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും മനസ്സിലാക്കണം എവിടെ നിന്നാണ് ഈ പറയുന്ന നമ്മുടെ ബഡ് അല്ലെങ്കിൽ ഗ്രാഫ് പോയിന്റ് തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ താഴത്തേക്ക് വരുന്ന എല്ലാം അതിൻ്റെ സയോണിൽ നിന്ന് വരുന്നതെന്ന് മനസ്സിലാക്കണം. പ്രൂൺ ചെയ്ത് ചെടികളെ കായ്പ്പിക്കുക, ഷേപ്പായി നിൽക്കും. ഇതിപ്പോൾ ഉണ്ട്, ഇതിപ്പോൾ ഒരു ഒറ്റ കമ്പായിട്ട് പോകുന്നതാണ് കണ്ടോ, ഇതിപ്പോൾ ഒറ്റ കമ്പായിട്ട് പോവുക. ഞാൻ ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടം വെച്ച് പ്രൂൺ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാം, പുതിയ തളിര് വരും, 100% അതിൻ്റെ അകത്ത് ഇതുപോലെ ഫ്ലവറും ഉണ്ടാവും. അതുകൊണ്ട് ഇതുപോലെ ഫ്ലവറും ഉണ്ടാവും.